ഗൈസ്, ഇന്ന് നമ്മൾ നിൽക്കുന്ന ഒരു പുതിയൊരു ബുള്ളറ്റിൻ്റെ ഫ്രണ്ടിലാണ്. അടിമുടി ചേഞ്ച് ആക്കിയിട്ടുണ്ട് കേട്ടോ. അവർ ഫുള്ളായിട്ട് ചേഞ്ച് ചെയ്യണം. ഞാൻ പഴയ ബുള്ളറ്റ് ഓടിക്കുമ്പോഴും ഇതും തമ്മിലുള്ള നല്ല ഭയങ്കര ചെറിയ ചെറിയ കാര്യങ്ങളാണെങ്കിലും വലിയ വലിയ വ്യത്യാസങ്ങളാണ് വരുത്തിയിരിക്കുന്നത്. നമ്മളിപ്പോൾ കാണിക്കുക ഞാൻ എന്തൊക്കെയാണ് ഇതിൻ്റെ മാറ്റങ്ങളെന്നുള്ളത്. പുതിയ റോയൽ എൻഫീൽഡ് ക്ലാസിക് സ്ട്രോങ്ങറാണ്, സ്മൂത്തറാണ്, സ്മാർട്ടറുമാണ്. ഇത് കംപ്ലീറ്റ് ചേഞ്ച് ആക്കിയിട്ടുണ്ട്. ആറിയെന്നാക്കി. ഇതിൻ്റെ ഈ ലിവർ തന്നെ നല്ലപോലെ ചേഞ്ച് ആക്കി. ഇപ്പം നല്ല വീതിയുള്ള ലിവറാക്കി. ഇതിൻ്റെ ലൈറ്റും ഒക്കെ നിങ്ങൾക്ക് കണ്ടാൽ അറിയാം. ഒരു 6ൻ്റെ ഒരു സിമ്പിൾ അവിടെ വന്നിട്ടുണ്ട്. ഇനി ഇവിടുത്തെ ഒന്നുകൂടെ തിക്കാക്കിയിട്ടുണ്ട്. സൈഡിലും റിഫ്ലക്ടർ വരുന്നുണ്ട്. ഇതിന് ഡിസ്ക് ബ്രേക്ക് വൈബ്ര എന്ന് പറയുന്നതിൻ്റെ കമ്പനിയാണ്. എൻജിൻ കംപ്ലീറ്റ് ആയിട്ട് ചേഞ്ച് ആക്കിയിട്ടുണ്ട് ഇവർ. ഒന്നുകൂടെ സ്മൂത്ത് ആക്കി. സൗണ്ടൊന്നും വരുന്നേ ഇല്ല. ബാക്കിലും അടിമുടി അവർ ചേഞ്ച് ആക്കിയിട്ടുണ്ട്. ഇത് ഹെഡ്ലൈറ്റൊക്കെ ആണ് ഒന്നുകൂടെ റൗണ്ട് ഷേപ്പ് ആക്കി. ബാക്കിലും ഡിസ്ക് ബ്രേക്കാണ് വരുന്നത്. ചേസിസ് ട്വിൻ ഡൗൺ ട്യൂബ് സ്പൈൻ ഫ്രെയിമാണ് വരുന്നത്. ലോക്കെല്ലാം കംപ്ലീറ്റ് മാറ്റി. നേരത്തെ സൈഡിലായിരുന്നു ലോക്ക്. ഇപ്പം എല്ലാം ഇവിടെ വരുന്നത്. ഓൺ ഓഫ് ലോക്കെല്ലാം ഇവിടെയാണ് വരുന്നത്. ഇവിടെ ഹാൻഡിലിൻ്റെ അടിയിലൊരു USB പോർട്ട് വരുന്നുണ്ട്. ഇവിടെ സ്വിച്ച് ഉണ്ട്. അത് കഴിഞ്ഞ് നമുക്ക് ട്രിപ്പ് എല്ലാം സെറ്റ് ചെയ്യാം. ഇവിടെ ഫ്യൂല്, ട്രിപ്പ് എല്ലാം അഡ്ജസ്റ്റ്മെൻ്റ് ഉണ്ട്. ഇവിടെ അതിൽ പെട്രോൾ തീർന്നതിൻ്റെ സിമ്പിൾ എല്ലാം മാറ്റിയിട്ടുണ്ട് അവർക്ക്. ഇത് അവർ കംപ്ലീറ്റ് ആയിട്ട് ഇങ്ങോട്ട് സ്വിച്ചിൻ്റെ എല്ലാ ഫങ്ഷനും ഇങ്ങോട്ട് മാറ്റി അവർ. ഇപ്പം ഇവിടെയും ഇതെല്ലാം വരുന്നുണ്ട്. ഓൺ ഓഫ് എല്ലാം ഇവിടെയും വരുന്നുണ്ട്. ടോപ്പ് ലുക്ക് ഇങ്ങനെയാണ്. ചെറിയ ചെറിയ മൈന്യൂട്ട് ചേഞ്ചസ് എല്ലാം നല്ലതായിട്ട് വരുത്തിയിട്ടുണ്ട് അവർ. നാവിഗേഷന് വേണ്ടിയിട്ടുള്ള ഒരു ഇതാണ് കൊടുത്തിട്ടുള്ളത്. ഇവിടുന്ന് ഇത് ഓഫ്, ഇത് ഓണ്, പിന്നെ ഇങ്ങോട്ടാണ് സ്റ്റാർട്ട്. അതല്ല ക്ലച്ച് പിടിച്ചിട്ട് വേണം. നല്ല സ്മൂത്താണ് ഓടിക്കാൻ. നിങ്ങൾക്ക് സൗണ്ട് കേൾക്കുമ്പോൾ അറിയാം. ഇതിൻ്റെ എൻജിൻ സിംഗിൾ സിലിണ്ടർ 4 സ്ട്രോക്ക് എയർ കൂൾഡ് ആണ്. ഫ്രണ്ട് സസ്പെൻഷൻ ടെലിസ്കോപ്പിക്, റിയർ സസ്പെൻഷൻ ട്വിൻ ട്യൂബ് എമല്യൂഷൻ ഷോക്ക് അബ്സർവ് ആണ് വരുന്നത്. ഇതിൻ്റെ ABS സിംഗിൾ ആൻഡ് ഡ്യുവൽ ചാനലാണ്. വണ്ടിയുടെ ഫ്യൂവൽ കപ്പാസിറ്റി 13 ലിറ്റർ ആണ്. വണ്ടിയുടെ ഗ്രൗണ്ട് ക്ലിയറൻസ് 170 mm ആണ് വരുന്നത്. ഇതിൻ്റെ ബ്രേക്കിംഗ് സിംഗിൾ ആൻഡ് ഡ്യുവൽ ചാനൽ ABS ആണ് വരുന്നത്. ഇത് കംപ്ലീറ്റ് ആയിട്ട് ചേഞ്ച് ആയിട്ടുണ്ട്. കംപ്ലീറ്റ് ചേഞ്ച് ആക്കി. പഴയതും പുതിയതായിട്ട്. പിന്നെ ഇവിടെ ഈ സൈഡ് നമ്മുടെ വണ്ടിയിൽ ബോക്സ് ആയിരുന്നു. പക്ഷേ ഇത് റൗണ്ട് ആക്കി. ഇവിടെ സീറ്റ് സ്പ്രിങ് സീറ്റായിരുന്നു. പക്ഷേ ഇപ്പോഴത്തെ ഇത് സ്പ്രിങ് അല്ല. വെക്കാൻ പറ്റുമോ എന്നുള്ളത് അറിയത്തില്ല. ഇതെല്ലാം ചേഞ്ച് ആക്കി. കുറ്റപ്പം എല്ലാം കംപ്ലീറ്റ് ആയിട്ട് അവർ ചേഞ്ച് ആക്കി. ഇപ്പോൾ വരുന്നത് അതുകൊണ്ട് ഇങ്ങനെയാണ്. എല്ലാം സിംഗിൾ പോലെയാണ്. ബാക്കിൽ അവരുടെ തന്നെ എംബ്ലമൊക്കെ വെച്ചിട്ട് അങ്ങനെയാണ് വരുന്നത്. ഇവിടെ ഇത് വരുന്നുണ്ട്, പക്ഷേ ഇതിന് വരുന്നില്ല. ഇതിൽ ഇഞ്ചക്ഷനാണ്.
ഇത് ഫുള്ള് സെറ്റായിട്ട് പോലെയായിരുന്നു. പക്ഷേ ഇപ്പം എന്താ മൊത്തത്തിൽ അവർ മാറ്റി റൗണ്ടഡ് പോലെയൊക്കെ ആക്കി. അതേപോലെ തന്നെ സൈലൻസർ അവർ മാറ്റിയിട്ടുണ്ട്. കമ്പനി സൈലൻസർ വെച്ചിട്ടുണ്ട്. അത് ഭയങ്കര വ്യത്യാസമുണ്ട് സൗണ്ടൊക്കെ. ഒന്നുകൂടെ ബാസ് പോലെ സൗണ്ടാണ്. പിന്നെ അതേപോലെ തന്നെ ടയറിൻ്റെ ഗ്രിപ്പൊക്കെ അവർ ചേഞ്ച് ചെയ്തിട്ടുണ്ട്. പഴയ പോലത്തെ ഗ്രിപ്പല്ല. പഴയത് നമുക്ക് എപ്പോഴും സ്കിഡ് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്. അത് അവർ മാറ്റിയിട്ടുണ്ട്. ഭയങ്കര വ്യത്യാസമാണ് ഇതാണ് ഇതിൻ്റെ സൗണ്ട് വരുന്നത്. ഒറിജിനൽ കമ്പനിയിൽ നിന്ന് വരുന്ന സൗണ്ടാണത്. ക്ലാസിക്കിൻ്റെ 350 മോഡലിലെ കളറുകൾ നമുക്ക് 11 ടൈപ്പ് കളർ ഇവിടെ കിട്ടും. അതുപോലെ തന്നെ റോയൽ എൻഫീൽഡിൻ്റെ ഒരു ആപ്പ് വരുന്നുണ്ട്. നമുക്ക് സർവീസിൻ്റെ ഡീറ്റെയിലും എത്ര ഇനി ചെയ്യാനുണ്ടെന്നുള്ളതും നാവിഗേഷൻ്റെ ആയാലും വണ്ടിയെക്കുറിച്ചുള്ള ഡീറ്റെയിൽ ആയാലും എല്ലാം നമുക്കതിൽ അറിയാൻ പറ്റുന്നതാണ്. MIY എന്നൊരു ആപ്പുണ്ട്. അതുവഴി നമുക്ക് മേക്ക് ഇറ്റ് യുവേഴ്സ് ആണ് അതിൻ്റെ അർത്ഥം. അതുവഴി നമുക്ക് നമ്മുടെ വണ്ടി നമുക്ക് പേഴ്സണലൈസ് ചെയ്യാൻ പറ്റുന്നതാണ്. 3D കോൺഫിഗർ പോലെ നമുക്ക് കാണിക്കും അത്. അതുപോലെ തന്നെ കമ്പനി ഓൺലൈനായിട്ട് നമുക്ക് 35 അധികം നമുക്ക് അക്സസറീസ് നമുക്ക് കിട്ടുന്നതാണ്.